ഇനി നമ്മൾ പറയുന്നത് മാതൃത്വം അല്ലെങ്കിൽ മദർഹുഡ് എന്നുള്ള പാഠഭാഗമാണ്. പേജ് നമ്പർ 129 അല്ലെങ്കിൽ 129. ഓക്കെ, 149 ചോദ്യം. വേർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ടേക്ക് പ്ലേസ്. എവിടെയാണ് ഒരു ഫീച്ചേഴ്സിൻ്റെ എന്താണ് പറയുന്നത് വളർച്ചയും വികാസവും സംഭവിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യൂട്രസ് ഈസ് ദ യൂണീക്ക് ഓർഗൻ വേർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ടേക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും നടക്കുന്ന ഒരു സവിശേഷമായ അവയവം ഏതാണ്? യൂട്രസ് അല്ലെങ്കിൽ വൂമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭപാത്രം ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി 150 ചോദ്യം. വാട്ട് ഈസ് ദ വെയിറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ യൂട്രസ്? അതായത് ഒരു ഗർഭപാത്രത്തിന്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് എത്രമാത്രം ഭാരം താങ്ങുവാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ്. വെയിറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി, ഭാരം താങ്ങുവാനുള്ള കഴിവ് എന്തിൻ്റെ? ഓഫ് യൂട്രസ്, യൂട്രസിൻ്റേത്. യൂട്രസ് is strong enough to hold an additional weight of 10 to 12 kg with about 2 liters of amniotic fluid. അതായത് ഈ യൂട്രസിന് എന്താണ് ഹാസ് ദ സ്ട്രോങ് ടു ഹോൾഡ്. യൂട്രസ് എന്ന് പറയുന്നത് ശക്തിയുണ്ട്. എത്രമാത്രം? അഡീഷണൽ വെയിറ്റ് ഓഫ് 10 to 12 kg. അതിന് 12 കിലോ വരെ, 10 മുതൽ 12 കിലോ വരെ ഭാരം താങ്ങുവാനുള്ള കഴിവ് എന്തിനുണ്ട്? യൂട്രസിനുണ്ട്. വിത്ത് അബൌട്ട് 2 liters ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ്. അതിൽ 2 ലിറ്ററോളം അമിനോട്ടിക് ഫ്ലൂയിഡിനോട് കൂടി 12 കിലോ ഭാരം വരെ താങ്ങുവാനുള്ള കഴിവ് എന്തിനുണ്ട്? യൂട്രസിനുണ്ട്. ഇൻ വാട്ട് എ ചൈൽഡ് ഗ്രോ ഇൻ ദ യൂട്രസ്. ഇൻ വാട്ട്, അതായത് എന്തിലാണ് യൂട്രസിനകത്ത് ഒരു കുഞ്ഞ് വളരുന്നത്? ഇൻ അമിനോട്ടിക് ഫ്ലൂയിഡ് ദ ഫീറ്റസ് ഗ്രോസ് എലോങ് വിത്ത് ദ പ്ലാസൻ്റ. അതായത് അമിനോട്ടിക് ഫ്ലൂയിഡിലാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫീറ്റസ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള വളരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ദ എക്സ്പാൻഡിങ് കപ്പാസിറ്റി ഓഫ് യൂട്രസ് ഇൻ പ്രഗ്നൻസി. ഒരു യൂട്രസ് പ്രസവം നടക്കുന്ന സമയത്ത് എത്രമാത്രം വികസിക്കുവാനായിട്ട് അതിന് സാധിക്കും, അല്ലെങ്കിൽ അത് വികസിക്കുന്നതിനായിട്ട് ഈ ഒരു യൂട്രസിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഗർഭരാഹിന് എത്ര മടങ്ങ് വരെയാണ് അത് ഈ യൂട്രസ് വികസിക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളത് സാധാരണ കണ്ടീഷനിൽ നിന്നും. ഓക്കെ, ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ് ദ യൂട്രസ് ക്യാൻ എക്സ്പാൻഡ് 500 to 1000 ടൈംസ്. അതായത് 500 മുതൽ 1000 പ്രാവശ്യം വരെ ഇരട്ടിയായിട്ട് എന്താണ് മടങ്ങ് വരെ യൂട്രസിന് വികസിക്കുവാനായിട്ട് സാധിക്കും. ഇനി 153 ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു ദ യൂട്രസ് ഇൻ ചൈൽഡ് ബർത്ത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് യൂട്രസിന് എന്താണ് സംഭവിക്കുന്നത്? ദ യൂട്രസ് ദാറ്റ് പ്ലേസ് എ മെയിൻ റോൾ ഇൻ ചൈൽഡ് ബർത്ത് ത്രൂ സ്ട്രോങ് കോൺട്രാക്ഷൻ ദ യൂട്രസ് പുഷസ് ദ ബേബി ഔട്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ യൂട്രസ് അവിടെയാണ് കുഞ്ഞ് വളരുന്നത്. ഈ വളർന്നു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ത്രൂ സ്ട്രോങ് കോൺട്രാക്ഷൻ, അതായത് ശക്തമായ സങ്കോചത്തിലൂടെ യൂട്രസ് പുഷസ് ദ ബേബി ഔട്ട്. യൂട്രസ് എന്ത് ചെയ്യുന്നു? ആ ബേബിയെ യൂട്രസിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നു. ദസ് ദ ചൈൽഡ് കംസ് ഔട്ട് ഫ്രം ദ യൂട്രസ് ടു സെർവിക്സ് ടു വജീന ടു ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ നിന്നും സെർവിക്സിലേക്ക് വന്ന് വജീനയിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 129 പേജ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 129 പേജിൽ നമ്മൾ അടുത്ത ഇതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് മുലപ്പാലിനോളം അമൂല്യമായിട്ട് എന്തുണ്ട് എന്നുള്ള ആ ഒരു പാഠഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വാട്ട് ഈസ് കൊളസ്ട്രോളം. എന്താണ് കൊളസ്ട്രോളം? കൊളസ്ട്രോളം ഈസ് എ ലൈറ്റ് യെല്ലോയിഷ് കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ബർത്ത്. അപ്പോൾ കൊളസ്ട്രോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്താണ് കൊളസ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ കളേർഡ്, അതായത് ചെറുതായിട്ട് മഞ്ഞ കളറിലുള്ള മിൽക്ക്, അതാണ് പാലാണ്. പ്രൊഡ്യൂസ്ഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി, അതായത് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത്, അതായത് ഒരു സ്ത്രീ പ്രസവം നടന്ന് അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, തൻ്റെ കുഞ്ഞിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ആ മിൽക്കിന് പറയുന്ന പേരാണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. ഇനി 155 ചോദ്യം. വൈ ഡോക്ടേഴ്സ് എ കൊളസ്ട്രോം മസ്റ്റ് ബി ഗീവൺ ടു ദ ന്യൂ ബോൺ ചൈൽഡ്. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് കൊളസ്ട്രോം ഒരു
കുഞ്ഞിന് നൽകണം എന്ന്, അല്ലെങ്കിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന നവജാത ശിശുവിന് നൽകണം എന്ന് പറയും. ന്യൂ ബോൺ ശിശു എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്ന് വെച്ചാൽ നവജാത ശിശു എന്നാണ്. കൊളസ്ട്രോം ഈസ് ലൈറ്റ് യെല്ലോയിഷ് കളേർഡ് മിൽക്ക്, അതായത് ഒരു ചെറുതായിട്ട് മഞ്ഞ കളറുള്ള മിൽക്കാണെന്നറിയാം. പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് ചൈൽഡ് ബർത്ത് കഴിയുമ്പോൾ തന്നെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇറ്റ് മസ്റ്റ് ബി കമ്പൽസറി ഫെഡ് ടു ദ ന്യൂ ബോൺ ബേബി, ഇത് ഉറപ്പായിട്ടും ജനിച്ചിരിക്കുന്ന കുഞ്ഞിന് കൊടുക്കണം. ബിക്കോസ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോം വിൽ ഗീവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി, അതായത് ജീവിതാവസാനം വരെ ആ ഒരു കുഞ്ഞിന്, ഇത് കുടിക്കുന്ന കുഞ്ഞിന് ചില രോഗങ്ങൾക്കുള്ള ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും കുഞ്ഞിന് കൊളസ്ട്രോൾ നൽകിയിരിക്കണം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി 156-ാമത്തെ ചോദ്യം. ഹൗ മെനി മന്ത്സ് എ ബേബി ഷുഡ് ബി ഗീവൺ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് എത്ര നാളത്തേക്കായിരിക്കണം ഒരു ബേബി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് നൽകേണ്ടത്? ഓൺലി ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി ഗീവൺ അപ് ടു 6 months, അതായത് ബ്രസ്റ്റ് ഫീഡിങ് എത്ര നാളത്തേക്കാണ്? അപ് ടു 6 months, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അവന് മറ്റൊരു ഭക്ഷണ പദാർത്ഥവും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷുഡ് ബി ഗീവൺ ബ്രസ്റ്റ് ഫീഡിങ് ഒള്ളി, അതായത് നമ്മൾ ചോദിക്കുന്നത് ഒള്ളി എന്ന് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു വാക്ക് തന്നിട്ടുണ്ട്, ഒള്ളി എന്ന്. അതായത് ഈ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് മുലപ്പാൽ മാത്രം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹൗ മെനി മന്ത്സ്, എത്ര മാസം ഒരു കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകണം? ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി ഗീവൺ അപ് ടു 6 months, അതായത് ഒള്ളി, അതായത് നമ്മൾ പിന്നെയും ഓർക്കുക, ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം. എപ്പോൾ വരെയാണ്? 6 മാസം വരെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊക്കെ അമ്മമാരാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുക 6 മാസത്തേക്ക്. ആ കുഞ്ഞിന് 6 മാസത്തേക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ അമ്മയുടെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് 6 മാസത്തേക്ക് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി. ഇനി 157-ാമത്തെ ചോദ്യം. അറ്റ്ലീസ്റ്റ് ഹൗ മെനി ഇയേഴ്സ് എ ബേബി ഷുഡ് ബി ബ്രസ്റ്റ് ഫെഡ്, എത്ര വർഷം ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എ ബേബി ഷുഡ് ബി ബ്രസ്റ്റ് ഫെഡ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years, അതായത് ഒരു കുഞ്ഞ് 2 വർഷത്തേക്ക്, കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും മുലപ്പാൽ നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 158-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, എന്താണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ അഡ്വാൻറ്റേജ്, ഗുണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ് ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, അതായത് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്താണ് നൽകുന്നത്? ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നൽകുന്നു. പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് നീഡഡ്, അതായത് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ ആവശ്യമുള്ളതെല്ലാം നടക്കുന്നു. അതുപോലെ എന്തിനു വേണ്ടിയിട്ട്? അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുന്നു. അതുപോലെ തന്നെ ബുദ്ധിയുടെ വികാസത്തിന്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്, ബുദ്ധിയുടെ വികാസത്തിനും. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ബുദ്ധിയുടെ വികാസവും ഉണ്ടാകും, രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാകും, ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരമ്മമാരും ബ്രസ്റ്റ് ഫീഡിങ് നടത്താതെ ഇരിക്കരുത്. നിങ്ങളൊക്കെ വലുതായി അമ്മമാരാകുമ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണം. ഓക്കെ, ഇനി 159-ാമത്തെ ചോദ്യം. ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻസ് ആൻറ്റിബോഡീസ് ഫോർ വിച്ച് സിക്നസ്, ഏത് രോഗത്തിനാണ് ആൻറ്റിബോഡീസ് ബ്രസ്റ്റ് മിൽക്കിൽ കാണപ്പെടുന്നത്? ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻ ആൻറ്റിബോഡീസ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബേബി അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ, ഡയറിയ, അതായത് ഡയറിയ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട്, അതായത് വയറിളക്കം ഉണ്ടാകാതിരിക്കാനായിട്ട്, റെസ്പിറേറ്ററി, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, അതിൻ്റെ അലർജികൾ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട് ബ്രസ്റ്റ് മിൽക്കിനകത്ത് അതിനായിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ എല്ലാം ഉണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ് പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ, ഈ ബ്രസ്റ്റ് മിൽക്ക് എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ നിർജ്ജലീകരണത്തിൽ നിന്നും ശിശുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി 160-ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് മദർ ഹൂ ബ്രസ്റ്റ് ഫീഡ്, അതായത് ഈ കുഞ്ഞിന് ഇത് നൽകുമ്പോൾ, മുലപ്പാൽ നൽകുന്നതുകൊണ്ട് അമ്മയ്ക്കുള്ള ഗുണം എന്താണ്? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ റെഡ്യൂസ് മദേഴ്സ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് നിങ്ങൾ മുല കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മുലയിലുണ്ടാകുന്ന ക്യാൻസർ വരാതിരിക്കാനായിട്ട് സാധിക്കും. ഓവറിയൻ ക്യാൻസർ, ഓവറിയിൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും. ഹാർട്ട് ഡിസീസ്, ഹൃദയാസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും. ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് വീഡിയോയിൽ, അവിടെ റെഫർ ചെയ്യുക.
അതുപോലെ തന്നെ വെയിറ്റ് ലൂസ്, ഭാരം കുറയലിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രെങ്തൻ ദ ബൗണ്ട് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ബേബി, അതുപോലെ തന്നെ അമ്മയും മോനും കുഞ്ഞും തമ്മിലുള്ള ആ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബന്ധം കൂടുതലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ ഹെൽപ്പ് ഡിലേ ഇൻ റിട്ടേൺ ഓഫ് പീരിയഡ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് എന്ത് ചെയ്യുന്നു, പീരിയഡിന് ഡിലേ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. മെൻ്റൽ ഹെൽത്ത്, മനസ്സിൻ്റെ ആരോഗ്യത്തെ നന്നാക്കി വയ്ക്കാൻ ഇംപ്രൂവ് ഫോർ ദ ബോത്ത് മദർ ആൻഡ് ബേബി, അമ്മയ്ക്കും കുഞ്ഞിനും നല്ല മാനസിക ആരോഗ്യം കിട്ടും. ബ്രസ്റ്റ് ഫീഡിങ് ക്യാൻ ഹെൽപ്പ് യൂട്രസ് ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് പ്രീ പ്രഗ്നൻസി സൈസ് മോർ ക്വിക്ക്ലി, അതായത് കുഞ്ഞ് മുല കുടിക്കുകയാണെങ്കിൽ അതായത് യൂട്രസിന് അത് പ്രസവത്തിനും അല്ലെങ്കിൽ ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള ആ ഒരു സൈസിലേക്ക് എത്തിച്ചേരുവാനായിട്ട്, പ്രീ പ്രഗ്നൻസി സൈസ് അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ്, ഗർഭിണി ആവുന്നതിന് മുമ്പ് യൂട്രസ് അതായത് ഗർഭപാത്രം ഏത് സൈസിലിരുന്നോ ആ സൈസിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിനായിട്ട് ബ്രസ്റ്റ് ഫീഡ് സഹായിക്കും. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് റിലീസസ് ഓക്സിറ്റോക്സിൻ ഹോർമോൺസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മദർ ടു ഫീൽ കാം ആൻഡ് കണക്റ്റഡ് ടു ദ ബേബി. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലപ്പാൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുകയും ഈ ഹോർമോണുകളുടെ റിലീസിങ് കാരണം കൊണ്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസിക ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.